അതിന് നീ ഇവളും തമ്മിലുള്ള ബന്ധം എന്താടാ? വലിയ ബന്ധം ഉണ്ടടാ. എന്താടാ ബന്ധം? ഇവളെന്റെ ഭാര്യയാടാ. ഇവളെ രക്ഷിക്കാനുള്ള അടവാണോടാ? എടാ, ഇത് ഞാൻ കെട്ടിയ താലിയാടാ. ഇതാടാ ഞങ്ങള് തമ്മിലുള്ള ബന്ധം. ഇവളെ ഞാൻ താലി കെട്ടിയതാ. എന്റെ ഭാര്യയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാ അവനെ കൊല്ലാനും എനിക്ക് മടിയില്ലടാ. ഇനിയും നിനക്ക് അവളുടെ ദേഹത്ത് തൊടണമെന്നുണ്ടെങ്കിൽ വാടാ. ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ടും ഇതൊരു അമ്പലമായതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിടുക. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നീ എന്റെ കൈ വന്ന് പെടും. ഏയ് വാടാ. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. വാ പോവാം. അമ്മേ, അമ്മയുടെ അതേ ജാതകമുള്ളൊരു പെൺകുട്ടിയെ തന്നെ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. ആ വാക്ക് ഞാൻ എന്തായാലും പാലിക്കും. നിന്റെ വിവാഹം കഴിഞ്ഞു മോനെ. അമ്മയോട് പറയാതെ നീ വിവാഹം കഴിച്ചോ? അമ്മേ, അത് നിന്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നീ എന്നോടൊരു വാക്കുപോലും പറയാതെ വിവാഹം കഴിച്ച് അതൊക്കെ ഇല്ലാതാക്കിയെന്നോ? അമ്മേ, എന്താ സംഭവിച്ചെന്ന് വെച്ചാ, എന്റെ ഭാര്യ നിന്നെ വീണ്ടും വീണ്ടും സംശയിച്ചപ്പോ അച്ഛനും അമ്മയും അവളെ വഴക്ക് പറയുമായിരുന്നടാ. അവസാനം അവള് പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമായില്ലടാ. എടാ, ഏതെങ്കിലും ഒരു ദിവസം എന്റെ മകള് നിന്റേതാകുമെന്ന് കരുതി ഈ വീട്ടിൽ തന്നെ ജീവിച്ചോണ്ടിരിക്കുവാടാ. നീ ഇങ്ങനെ ചെയ്തു കളയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
നിങ്ങൾ എന്റേതല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ചേട്ടാ ജീവിച്ചിരിക്കുന്നത്? ശ്രീകർ, ഈ ലോകത്ത് ആര് വേണമെങ്കിലും കൊടുത്ത വാക്ക് തെറ്റിക്കുമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ മകൻ തെറ്റിക്കില്ല എന്ന് വിശ്വസിച്ചു. നീ ഇങ്ങനെ ചെയ്തല്ലോടാ. അമിതമായി സ്നേഹിക്കുന്നതും അമിതമായി ആശിക്കുന്നതും തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അമിതമായി വിശ്വസിക്കുന്നത് എത്ര തെറ്റാണെന്ന് ഇപ്പൊ കണ്ടില്ലേ അമ്മേ? വിശ്വാസം എത്ര വലുതാണോ വിശ്വാസവഞ്ചനയും അത്ര വലുതാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മകനത് തെളിയിച്ചില്ലേ? ഞങ്ങളുടെ ജാതകങ്ങൾ ചേർന്നില്ലെങ്കിലും വീട്ടിൽ അറിയിച്ചിരുന്നു. ഇളയ മകൻ ഇപ്പൊ അതുപോലും ചെയ്തില്ലല്ലോ. ശ്രീകർ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ശരി, വേണ്ടത് ഞാൻ പറയില്ല. നിനക്ക് നമ്മുടെ വീട്ടിലേക്ക് ഏത് ജാതകമുള്ള പെൺകുട്ടിയാണ് വരേണ്ടതെന്ന് അറിയാലോ. രാശി, നക്ഷത്രം, വാരം, മാസം എല്ലാം ചേരുന്നുണ്ടോ മോനെ? നീ വിവാഹം ചെയ്ത ഈ പെൺകുട്ടിയുടേത് എന്റെ ജാതകം തന്നെയാണോ? നമ്മുടെ വീട്ടിൽ കയറി വരാനുള്ള യോഗ്യത ഉള്ളവളാണോ? ആചാരങ്ങളെ തുടർന്നു കൊണ്ടുപോകുന്നതിന് മൂക്കുത്തിയെടുത്ത് ധരിക്കാൻ കഴിയുന്നവളാണോ? എല്ലാ യോഗ്യതകളും ഉള്ളവളാണെന്ന് ഒരൊറ്റ വാക്ക് നീ പറ, അത് മതി. നമ്മൾ ഇത്ര കാലമായിട്ട് കാത്തിരിക്കുന്ന ജാതകമാണോ ഇല്ലെന്ന് പറയടാ. പറയേ. അല്ല അച്ഛ, അവനെ കണ്ടുമുട്ടിയ ശേഷം പിന്നീട് സംഭവിച്ചത് നീ ശ്രീരാമനാകുമെന്ന് കരുതി അമ്മയോട് വഞ്ചന കാണിക്കുന്ന ഒരു ചതിയനാകുമെന്ന് കരുതിയില്ല. എന്നെ ചതിച്ചത് നിന്റെ തെറ്റാണെന്ന് കരുതണോ, ചതിക്കപ്പെട്ടത് എന്റെ തെറ്റാണെന്ന് കരുതണോ? നീ എന്റെ പുറകെ വരുമ്പോ എന്റെ കാൽപ്പാട് നോക്കി നടക്കുന്നവനായിരിക്കുന്നു കരുതിയതായിരുന്നു ഞാൻ. ഇന്ന് നീ എന്നെ മറികടന്ന് പോവെന്ന് ഞാൻ കരുതിയില്ലടാ. അമ്മേ, എന്താ നടന്നെന്ന് ഞാൻ പറയാം, ഒന്ന് കേക്കമ്മേ. വേണ്ട 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 വേണ്ട. ഇനി ഒന്നും കേക്കണ്ട, ഇനി ഒന്നും കേക്കണ്ട, ഇനി ഒന്നും കേക്കണ്ട, ഇനി ഒന്നും കേക്കണ്ട. ഇനി ഒരിക്കലും നിന്റെ മുഖം എനിക്ക് കാണണ്ട.
അമ്മേ ഒന്ന് പറയുന്ന കേക്കമ്മേ. ഈ നാടിന് കൊടുത്ത വാക്ക് നീ മുഖേന എനിക്ക് നിറവേറ്റാനാകുമെന്ന് കരുതിയതാ. അവര് എന്നിൽ അർപ്പിച്ചിരുന്ന വിശ്വാസത്തെ നീ ഇല്ലാതാക്കിയ നിമിഷം തന്നെ ഈ അമ്മയും മരണമടഞ്ഞു. അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. പെറ്റ വയറിനെ നീ ചതിച്ച് എനിക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല. അമ്മേ 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 അമ്മേ. കുഞ്ഞളിയ, നിനക്ക് എന്തു പറ്റി ശ്രീ? എന്തു പറ്റി മോനെ? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലെങ്കിൽ അമ്മേ എന്നത്ര ഒച്ചത്തിൽ വിളിക്കേണ്ട കാര്യം എന്താ? അമ്മേ ഞാൻ ഇപ്പൊ വരാട്ടോ. എങ്ങോട്ടാടാ? ഒരു 10 മിനിറ്റ് അമ്മേ. നീ ഇപ്പൊ എവിടേക്കും പോകുന്നില്ല. ഇവിടെയുള്ളവര് പറയുന്നതൊക്കെ സത്യമാണെന്ന് പറയാൻ അവസരം എടുക്കരുത്. എന്റെ വാക്കിന് വില നൽകുന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ നിൽക്ക്. അവനെ എങ്ങാനും ആ സുരേന്ദ്രൻ കണ്ട? പോയിട്ട് കുറെ നേരമായല്ലോ, ഇനി എന്താ വരാത്തത്? എല്ലാവരെയും കണ്ടല്ലോ അല്ലേ? ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ശരി, എന്നാ പോവാൻ നോക്കാം. വാ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ തിരുമേനി. എങ്കിലായിക്കോട്ടെ. ഇറങ്ങട്ടെ എന്നാ. ഓ, സുരേന്ദ്രൻ ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ അവനെ കണ്ടു കാണില്ല. അവനോട് ഇപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തേ പറ്റൂ. ഇതൊന്നു കഴിഞ്ഞാ പോകാമായിരുന്നു എന്ന് കരുതി നടക്കുന്ന എന്താളിയാ? ഒന്ന് നടക്ക്. അമ്മേ നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ. ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം അമ്മേ. ആദ്യം വീട്ടിലേക്ക്, അത് കഴിഞ്ഞ് ഓഫീസിലേക്ക്. അമ്മേ എനിക്ക് ഓഫീസിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്.
നിന്റെ ബോസിനെ വിളിച്ച് പറയണോ? പറയാം. അച്ഛൻ എന്ത് പറയാൻ അച്ഛാ? അവനിപ്പോ ചെന്നൈയിൽ നിന്ന് വന്നതേ ഉള്ളൂ. വീട്ടിൽ കയറിയിട്ട് വരാന്ന് പറയാം. ഞാൻ തന്നെ ഫോൺ ചെയ്ത് പറയാം. അത് ഇവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞാ പോരെ? ഇനി ചിലപ്പോ ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും കാണൂ. ഇതുപോലുള്ള സംസാരം വേണ്ട. ഏട്ടാ, നിങ്ങളിത് എവിടെയുള്ളത്? എന്റെ അടുത്തൊന്ന് ഫോൺ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ നേരം കുറെ ആയല്ലോ. എന്താ ഇനി വരാത്തെ? ഞാൻ നിങ്ങളിവിടെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഓഫീസിലെ പ്രോബ്ലം സോൾവ് ആയില്ലേ? എനിക്കൊന്ന് ഓഫീസിൽ പോണായിരുന്നു. നേരിട്ട് വന്ന് പറയാനുള്ള സമയം പോലും ഇല്ല അവന്. താൻ ചേച്ചിയുടെ കൂടെ ഒന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോവോ? അതല്ല ഏട്ടാ. പ്ലീസ്, താനൊന്നും പറയണ്ട. എനിക്കിപ്പോ വേറൊന്നും പറയാനില്ല. വെരി വെരി സോറി. പെട്ടെന്ന് പോ. കുഴപ്പമില്ല ഏട്ടാ, നിങ്ങൾ പോയിട്ടോ. ഇത് എത്ര സമയോടാ? ഒന്നിങ്ങ് വന്നേ. ദാ വരുന്നച്ചാ. അമ്മേ, നമുക്ക് പോവാം. അളിയ, അളിയന്റെ സീക്രട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ മതി, പോവാൻ നോക്കാം. വാ. ആവനി, നീ എന്താ മോളെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അർജന്റായിട്ടൊന്ന് ഓഫീസിൽ പോണെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. ഇപ്പൊ ചിലപ്പോ പോയിട്ടുണ്ടാവും. അമ്പലത്തിലുണ്ടായിരുന്നിട്ട് ഫോൺ ചെയ്തുന്നോ? അല്ല, ജസ്റ്റ് ഒന്ന് നിന്നെ വന്നൊന്ന് കണ്ടു പറയാൻ പറ്റില്ല അവന്? പാവോ ചേച്ചി, അത്രയ്ക്ക് സമയമില്ലാന്ന് പറഞ്ഞു. ആവനി, പാവമാണെന്ന് കരുതിയിട്ട് നീ ശ്രീകരനോട് അലിവ് കാണിക്കേണ്ട അവസ്ഥയല്ല നിന്റേത്. അവൻ നിന്നെ കുറിച്ച് പാവമാണെന്ന് വിചാരിക്കണം. എന്താണെന്ന് വെച്ചാ, പ്രശ്നത്തിലുള്ളത് ഇപ്പൊ നീയാ. അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോയാൽ എങ്ങനെയാ? നിങ്ങളുണ്ടല്ലോ എന്ന് കരുതി. ഞാനില്ലായിരുന്നെങ്കിലോ? ചിലപ്പോ വന്ന് പറഞ്ഞേനെ. ഞാനില്ലെന്ന് കരുതി വരണായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുന്നതും ഇപ്പൊ ഇവിടെ നിന്നെ ഒറ്റയ്ക്ക് നിർത്തിയതും, അവന്റെ കുടുംബക്കാർക്ക് നിന്നെ പരിചയപ്പെടുത്താത്തത്, ഇതെല്ലാം കാണുമ്പോ എനിക്കത്